കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ചില നീക്കങ്ങൾ അവിടെ നടക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാരിന്റെ മുന്നോട്ടു പോക്കിന് തന്നെ ഇപ്പോൾ തലവേദനയാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇരു നേതാക്കളുടെയും സ്റ്റാഫ് അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള പോര് തന്നെ അവിടെ നടക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏറെ കഷ്ടപ്പെട്ടാണ് കർണാടകയിൽ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളിലും ഇരു നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നിഴലിച്ചു കാണുന്നുണ്ട് എന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വിവരം. ഇരു നേതാക്കൾക്കും ഏതാണ്ട് തുല്യമായ ജനപിന്തുണയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളെ പിണക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ സർക്കാർ തന്നെ താഴെ വീഴാൻ ഇത് കാരണമാകും. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന BJPക്ക് ഈ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം വലിയ ആയുധമാണ്. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെയും സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർമാർ തമ്മിൽ വാക്കേറ്റവും ഭീഷണി മുഴക്കലും ഉണ്ടായത് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള പ്രശ്നമാണ് സ്റ്റാഫ് അംഗങ്ങളിലൂടെ പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജൂലൈ 22-ാം തീയതി ഡൽഹിയിലെ കർണാടക ഭവനിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളുടെ ഒക്കെ തുടക്കം. സിദ്ധരാമയ്യയുടെ SDO ആയ മോഹൻകുമാറും DK ശിവകുമാറിന്റെ SDO ആയ ആഞ്ജനേയയും തമ്മിലായിരുന്നു പൊരിഞ്ഞ വാക്കേറ്റവും ഭീഷണി മുഴക്കലും നടന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിന് പിന്നാലെ ആഞ്ജനേയ മോഹൻകുമാറിനെതിരെ കർണാടക ഭവൻ റെസിഡൻസ് കമ്മീഷണർക്കും കർണാടക ചീഫ് സെക്രട്ടറിക്കും പരാതിയും നൽകുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ SDO തന്നെ ഷൂ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് ആഞ്ജനേയ പരാതിയിൽ പറയുന്നത്. അധികാര തർക്കത്തെ തുടർന്ന് സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വലിയ രീതിയിൽ പുകയുന്നതിനിടെയാണ് ഇപ്പോൾ SDOമാർ തമ്മിലുള്ള വാക്കേറ്റം എന്നതും ശ്രദ്ധേയമാണ്. ഷൂ കൊണ്ട് അടിക്കുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും മറ്റ് ജീവനക്കാർക്ക് മുന്നിൽ വെച്ചുണ്ടായ ഈ നടപടി തന്റെ അഭിമാനത്തെയും അന്തസ്സിനെയും മുറിവേൽപ്പിച്ചു എന്നുമാണ് ആഞ്ജനേയ ആരോപിക്കുന്നത്. മോഹൻകുമാറിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും തനിക്ക് നീതി വേണമെന്നുമാണ് ആഞ്ജനേയ ഈ പരാതിയിൽ പറയുന്നത്. മോഹൻകുമാർ SDO ആയി ചുമതലയേറ്റതിന് പിന്നാലെ തനിക്ക് തുടർച്ചയായ അപമാനം നേരിടേണ്ടി വന്നതായും തന്റെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കപ്പെടുന്നതായും ആഞ്ജനേയ പറയുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മോഹൻകുമാർ തള്ളുകയാണ് ചെയ്യുന്നത്. ആഞ്ജനേയാണ് അടക്കമില്ലാതെയും അച്ചടക്കമില്ലാതെയും മോശമായും ഒക്കെ പെരുമാറിയത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ഇരു നേതാക്കളുടെയും SDOമാർ തമ്മിലുള്ള ഈ വാക്കേറ്റം വലിയ ചില പ്രശ്നങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് ഇവരിലൂടെ മറനീക്കി പുറത്തേക്ക് വരുന്നത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും വല്ല വിധേയനെയുമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ SDOമാർ തമ്മിൽ കൂടി വാക്കേറ്റവും വഴക്കുമൊക്കെ ഉണ്ടാകുന്നത്. ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്ന ചില ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഈ പ്രശ്നം BJP ഒരു അവസരമായി കാണുകയാണ്. കർണാടകയിൽ ഒരു ചെറിയ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വളരെ ശ്രദ്ധിച്ചാണ് കർണാടക സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.